വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപ്പിള്ളി ശ്രീകുമാരമംഗലം സമുദായം ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ബാലാലയത്തിന്റെ ശിലാസ്ഥാപനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ശിലാസ്ഥാപനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും നിർവഹിച്ചു. ചെറുപ്പകാലത്തിൽ തന്നെ മക്കൾക്ക് വേണ്ട പരിശീലനങ്ങളും ഉപദേശങ്ങളും നൽകി അവരെ ഈശ്വര ചിന്തയിൽ കൂടി ജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു മാതാവും പിതാവും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമകൾ അതാണ്. ജീവിതത്തിൽ തെറ്റിപ്പോകുന്നതും കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കാതെ ആധ്യാത്മികമായ കാര്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ അവർ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ദിവസം പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു 20-15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫോട്ടോകൾ കാണാം. അവർ പല രീതിയിലുള്ള അക്രമങ്ങളും അനീതികളും നടത്തുന്ന ഒരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഹാരി പോളിറ്റ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി ഹരിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ 2ാം ഘട്ട ആശ്രയ പദ്ധതി ഉദ്ഘാടനവും കുടുംബശ്രീ സ്കോളർഷിപ്പ് വിതരണവും നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. വലപ്പാട് CI R രതീഷ് കുമാർ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ തുളസി സന്തോഷ്, വികസന ചെയർപേഴ്സൺ കൃഷ്ണവേണി പ്രമോദ്, NS ധർമ്മൻ മാസ്റ്റർ, ശിഭ പ്രദീപ്, AM മുഹമ്മദ് ബഷീർ, സൈന ദിലീപ്, CP പ്രദീപ്, ഷെരീഫ ബാവ, ഫാത്തിമ സലീം, സുധീർ പട്ടാരി, VB ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപ്പിള്ളി പെരുമ്പടപ്പ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് SSAയുടെ ആഭിമുഖ്യത്തിൽ യൂണിഫോം വിതരണം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ ചെയ്തു വരുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സദാ ജാഗരൂകരായി നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം അടങ്ങുന്ന സമൂഹം പ്രവർത്തിക്കുന്നു എന്നത് തികച്ചും അഭിമാനാർഹമാണ്. പലതരം വിദ്യാഭ്യാസ രീതികൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക പ്രദേശം തന്നെയാണ് നമ്മുടെ കേരളം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ പലതരം വിദ്യാഭ്യാസം നിലനിൽക്കുന്നില്ല. സർക്കാർ ശമ്പളം കൊടുക്കുന്ന പള്ളിക്കൂടം, സർക്കാർ ശമ്പളം കൊടുക്കുകയും മാനേജർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പള്ളിക്കൂടം അല്ലെങ്കിൽ സ്കൂൾ. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക PV സുഷമ, PTA പ്രസിഡന്റ് ഷീനി സുബൈർ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ജംഗ്ഷനിൽ വെള്ളിയാഴ്ച ആരംഭിച്ച ട്രാഫിക് പുനർനിർമ്മാണം CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ദേശീയപാതയിൽ അനധികൃത ഫ്ലെക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിനും നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അനധികൃതമായി നടത്തുന്ന ട്രാഫിക് ഡിവൈഡറിന്റെ പുനർനിർമ്മാണം CPM പ്രവർത്തകർ ചേർന്ന് തടയുകയായിരുന്നു. TK ദേവദാസ്, MK മോഹനൻ, MR ദിനേശൻ, ലാൽ സിംഗ് ഇയാനി, KK സന്തോഷ്, PV രാധാകൃഷ്ണൻ, VG അശോകൻ, KN രാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാന കായികമേളയിൽ മെഡൽ ജേതാക്കൾക്കും മേളയിൽ പങ്കെടുത്തവർക്കും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ്. അഞ്ജലിക്കും അതുല്യയ്ക്കും ആൻസിക്കും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാരിതോഷികങ്ങൾ. ദേശീയപാത 17 വാഹനാപകടം തുടർക്കഥയാകുന്നു. തൃത്തല്ലൂരിലും ചെന്ത്രാപ്പിന്നിയിലും ഇടശ്ശേരിയിലും തളിക്കുളത്തും വ്യത്യസ്ത അപകടങ്ങൾ. പെരിങ്ങനം നവാസ് വധക്കേസിലെ സാക്ഷിയുടെ പലചരക്ക് കട കത്തിക്കാൻ ശ്രമം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.